സ്വർണം പണയം വെക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ അതിനു മുൻപ് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പണയ വ്യവസ്ഥയിലെ നിയന്ത്രണം കടുപ്പിക്കാനാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ സ്വർണ്ണപ്പണയ വിപണി കുതിപ്പിന്റെ പാതയിലാണ്. വിലയാകട്ടെ പിടിവിട്ടുയർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വർണം പണയം വെക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. സ്വർണ്ണാഭരണങ്ങൾ ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. മൊത്തം റീറ്റെയിൽ വായ്പാ വിതരണത്തിൽ സ്വർണ്ണപ്പണയത്തിന്റെ വിപണി വിഹിതം രണ്ടാമതെത്തി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ ചെറിയ അളവിലുള്ള സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്നത് ഒരു ട്രെൻഡായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ ചെറിയ ആഭരണങ്ങൾ വിൽക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ തോതിൽ ഇടിവ് സംഭവിച്ചു. ചെറിയ അളവ് സ്വർണ്ണമാണെങ്കിൽ പോലും തെറ്റില്ലാത്തൊരു തുക ലഭിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ പണയം വയ്ക്കാനാണ് സാധാരണ ജനങ്ങൾ ചിന്തിക്കാറുള്ളത്. 2022 മാർച്ചിന് ശേഷം സ്വർണ്ണപ്പണയ വായ്പ 3.8 മടങ്ങ് വളർച്ച നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വായ്പാ തുകയിലും വൻ വർധനവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 2022 ആദ്യ പാദത്തിൽ 90,000 രൂപയായിരുന്ന ശരാശരി വായ്പാ തുക കഴിഞ്ഞ ഡിസംബറിൽ 1.96 ലക്ഷം രൂപയായി ഉയർന്നിട്ടുണ്ട്. പവന് വില ലക്ഷം കടന്നതോടെ പണയം വയ്ക്കാനെത്തുന്നവരുടെ എണ്ണത്തിൽ 25% വരെ വർധനവുണ്ടായി എന്നാണ് സൂചിപ്പിക്കുന്നത്. സ്വർണ്ണപ്പണയ വിപണിയിൽ ബാങ്കുകളും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി മത്സരം കടുക്കുകയാണ്. 2022 മാർച്ചിൽ 7% NBFCകളുടെ വിഹിതം ഡിസംബറിൽ 11% ഉയർന്നു. പൊതുമേഖലാ ബാങ്കുകളുടെ വിഹിതം 57%-ൽ നിന്നും 62% വർദ്ധിച്ചിട്ടുണ്ട്. വായ്പ എടുക്കുന്നവരിൽ സ്ത്രീകളുടെ എണ്ണവും ഗണ്യമായി തന്നെ ഉയർന്നിട്ടുണ്ട്. 2025 മൊത്തം വായ്പാ അപേക്ഷകരിൽ 39% സ്ത്രീകളാണ്. ഈ മേഖലയിലെ വേഗത്തിലുള്ള വളർച്ച കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ വരെ 6 മാസ കാലയളവിൽ 60 ദിവസത്തിൽ കൂടുതൽ തിരിച്ചടവ് വൈകിയ വായ്പകളുടെ നിരക്ക് 1.1%. ഉയർന്ന വായ്പ എടുത്തിട്ടുള്ള ഉപഭോക്താക്കൾ തന്നെയാണ് ഇത്തരത്തിൽ തിരിച്ചടയ്ക്കാനായി മടിക്കുന്നത്. അതേസമയം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വെള്ളി വാങ്ങുന്നവരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായി എന്നാണ് ജ്വല്ലറി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. സ്വർണം പോലെ തന്നെ വെള്ളിയുടെ വിലയും ദിനം പ്രതി വർദ്ധിക്കുകയാണ്. ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.